ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നീഡിൽ വ്യൂ ഡിസൈൻസ്. ഇന്ന് ഇതുപോലൊരു ഓഫ് ഷോൾഡർ ആയിട്ടുള്ള ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു 1.5 വയസ്സായ ബേബിക്ക് അടിച്ച ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 4 മീറ്റർ ഒരു മെയിൻ ക്ലോത്ത്, അതേപോലെ 3 മീറ്റർ ലൈനിങ്, ക്രേപ്പിൻ്റെ ലൈനിങ്, പിന്നെ 1 മീറ്റർ സിപ്പ് നെറ്റ്, പിന്നെ 1 മീറ്റർ അതേപോലെ കോട്ടൺ ലൈനിങ്ങും, പിന്നെ ഒരു സിബും. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് ലൈനിങ്ങിലാണ് ഞാനിത് അതിൻ്റെ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതേപോലെ 1 ഇഞ്ച് നമ്മൾ ബാക്ക് പാർട്ടിന് സിബ് വെക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒരു 1 ഇഞ്ച് അകലം വിട്ടിട്ട് അതേ ആണ് നമ്മൾ ക്ലോത്ത് മടക്കി വെക്കാൻ. ഫ്രണ്ടിലെ ക്ലോത്ത് മേലേട്ടും ബാക്കിലെ ക്ലോത്ത് 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ ക്ലോത്ത് വെക്കുക. എന്നിട്ട് അവിടെ അവിടെ ആ ഭാഗം ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് നേരാക്കിയിട്ട് വരച്ചാണ്. എൻ്റെ ലെങ്ത്ത് എനിക്ക് 7 ഇഞ്ചാണ്. അപ്പോൾ അതിൽ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് 8 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിന് ലെങ്ത്ത് നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. പിന്നെ ഷോൾഡർ എനിക്ക് വന്നിട്ടുള്ളത് 4 ഇഞ്ചാണ്. അതേ അളവിൽ തന്നെയാണ് ആം ഹോളും 4 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ എൻ്റെ ചെസ്റ്റ് അളവ് 6 ഇഞ്ചാണ്. 6 ഇഞ്ച്. അതിൽ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 7 ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. പിന്നെ അതുപോലെ എൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്ത് 5.5 ഇഞ്ചും 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് 6 ഇഞ്ച് അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ അതേപോലെ 1/2 ഇഞ്ച് മേലേക്ക് ഇതേപോലെ നമുക്ക് ചെറിയൊരു ഷേപ്പിന് വേണ്ടിയിട്ട് അവിടെ 1/2 ഇഞ്ച് മേലേക്ക് വരച്ചിട്ട് ആ ഒരു ഭാഗം കൂടെ മാർക്ക് ചെയ്തിട്ടു. 1 ഇഞ്ചാണ് ഞാൻ ആം ഹോൾ കർവ് വരച്ചെടുത്തിട്ടുള്ളത്. എൻ്റെ ആം ഹോളിൻ്റെ ഷേപ്പും കൂടെ വരച്ചെടുത്തു. ഇനി അത്രയും മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റുക. ഇതാണ് 2 പീസ് കട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിലെ പീസ് ഓപ്പൺ ആയിട്ടുള്ളതും ഫ്രണ്ടിലെ പീസാണ് ഈ ഒരു 2 പീസ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ നെക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്കിന് ബാക്കിൽ നമ്മൾ 1 ഇഞ്ചാണല്ലോ അവിടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ടിലെ പീസ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തുക. ഇതേപോലെ 3 ഇഞ്ചാണ് ഇപ്പോൾ ബാക്കിലെ പീസാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് ഇതേപോലെ 3 ഇഞ്ച് 2.5 ഇഞ്ചിന് വിടുത്ത് കൊടുത്തു. പിന്നെ ലെങ്ത്ത് അതേപോലെ തന്നെ 3 ഇഞ്ച് ലെങ്ത്തും കൊടുത്തു. എന്നിട്ട് അവിടുന്ന് ഒരു 1/2 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇതേപോലെ വീഡിയോയിൽ കാണാൻ ശ്രദ്ധിച്ചാൽ മതി, 1 ഇഞ്ച് പുറത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിങ്ങിൽ നിന്ന് ഞാൻ നമ്മളെ ആം ഹോളിൻ്റെ ചെസ്റ്റ് വരെയുള്ള ഭാഗത്തേക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇതിനിപ്പോൾ ഈ വെട്ടുന്നത് ബാക്ക് പീസാണ് കേട്ടോ. ഇനി ഫ്രണ്ടിലെ പീസ് ഞാൻ നെക്കിന് ഒരു വി ഷേപ്പ് കൊടുത്തുകൊണ്ടാണ് ഒന്നിച്ച് കട്ട് ചെയ്യാനിത്. ഇതേപോലെ തന്നെ 2.5 ഇഞ്ച് ഞാൻ മേലെ ലെങ്ത്ത് മാർക്ക് ചെയ്തു. 2.25 ഇഞ്ച് 2.5 ഇഞ്ച് വിടുത്ത് മാർക്ക് ചെയ്തിട്ട് നേരത്തെ ഇതേപോലെ തന്നെ 1/2 ഇഞ്ച് മേലെ കയറ്റിയിട്ട് പിന്നെ അവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ചെസ്റ്റ് വരെ ആ ഒരു ഷേപ്പിൽ വരച്ചെടുത്തിട്ട് ഞാൻ ഫ്രണ്ടിൽ നെക്ക് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കരുതണ, ഇല്ലെങ്കിൽ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. എന്താണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ശ്രദ്ധിച്ചാലും മനസ്സിലാവും കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ടിലെ നെക്ക്, ബാക്കിലെ നെക്ക് ഇതേപോലെ പിന്നെ ആ ഒരു ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലൈനിങ്ങിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തു. ബാക്കും ഫ്രണ്ട് ഭാഗം കൂടെ ഞാൻ ഇതേപോലെ ആ ലൈനിങ് ഉപയോഗിച്ചാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിലെ പീസ് ഇതേപോലെ 2 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ കോട്ടൺ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കോട്ടൺ ലൈനിങ് വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ യോക്ക് പാർട്ടിൻ്റെ കട്ടിങ്. ഇനി നമുക്ക് അതിൻ്റെ സ്കേർട്ട് പാർട്ട്. ഇതൊരു ഡബിൾ ലെയർ ഫ്ലെയർ ആയിട്ടുള്ള ഒരു അംബർല കട്ടിങ് ആണിത്. കാരണം ആ അംബർല ചെയ്തിട്ട് അതിന് നമ്മൾ പിന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം 2 മടക്ക് മടക്കി പിന്നെ വീണ്ടും ഒരു മടക്ക് കൂടി മടക്കിയിട്ട് ചെറിയൊരു കുഞ്ഞ് ബേബിക്കല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അത്രയും തുണി എടുത്തിട്ടാണ് മടക്കിയിട്ടുള്ളത്. അപ്പോൾ മടക്കി വരുമ്പോൾ ഇതേപോലെ
ഇങ്ങനെ ഉണ്ടാകും. എന്നിട്ട് അത് നമ്മൾ ക്രോസായിട്ട് അതുപോലെ കോണായിട്ട് ഒന്നും കൂടെ മടക്കി കൊടുക്കുക. അപ്പോൾ മടക്കണതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി എങ്ങനെയാണ് മടക്കണമെന്നുള്ളത്. അതേപോലെ കോണാക്കിയിട്ട് മടക്കിയിട്ട് പിന്നെ അടിഭാഗത്തു നിന്നാണ് ഞാൻ ലെങ്ത്ത് ഇടുന്നത്. ഇതെനിക്ക് 18 ഇഞ്ചാണ്, 17 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിൽ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊണ്ടിട്ട് 18 ഇഞ്ചാണ് ഞാൻ അവിടെ നിന്ന് മാർക്ക് ചെയ്തത്. അടിഭാഗത്തു നിന്ന് മേലേക്ക് മാർക്ക് ചെയ്തു. അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് എത്ര വീതി ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്കവിടെ പ്ലീറ്റ് ഇട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിഭാഗത്ത് നമുക്ക് നല്ല ഫ്ലെയറായി നിൽക്കാൻ വേണ്ടി അവിടെ നിന്നാണ് ഞാനിത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ 18 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്തിട്ട് ആ 2 ഭാഗം ഇതേപോലെ മുകൾ ഭാഗം ഒന്നിച്ച് ആ മാർക്കിങ് കൂടെ വരച്ചു കൊടുത്തിട്ട് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഞാനിത് മുകൾ ഭാഗത്ത് നിന്ന് തന്നെ അളവെടുക്കുന്നത് നമുക്ക് ആ ഷേപ്പ് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ 18 ഇഞ്ച് എവിടെ വരുന്ന ആ ഭാഗത്തു നിന്ന് പിന്നെ ടോട്ടൽ ലെങ്ത്ത് വെച്ചിട്ട് ആ രൂപത്തിലാണ് ഇതേപോലെയാണ് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുള്ളത്. നമുക്ക് ആ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുകൾ ഭാഗത്ത് നിന്ന്, അതായത് അതിൻ്റെ കോൺ വശത്തു നിന്ന് തന്നെ ടാപ്പ് പിടിച്ചിട്ട് മാർക്ക് ചെയ്തത് കേട്ടോ. ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ 2 പീസായിട്ടാണ് ഇത് ഉണ്ടാവുക. നല്ല ഫ്ലെയറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് 4ആക്കി മടക്കിയിട്ട് ഇതേപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഇത്രയും വീതി ഉണ്ട്. അപ്പോൾ ആ വീതി വന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്കവിടെ പ്ലീറ്റ് ഇട്ടിട്ട് നമുക്ക് നമ്മൾ ആ വേസ്റ്റ് റൗണ്ട് എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പിന്നെ ഫ്രണ്ട് അത് അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇത് വേണ്ടത്. അപ്പോൾ ഫ്രണ്ടിലെ ഭാഗം കുറച്ച് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത്, അതായത് ഫ്രണ്ടിലെ ഒരു പീസ് മാത്രം എടുത്തിട്ട് ആ ഒരു വശത്ത് നിന്ന് 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിടും. അത് ഫ്രണ്ട് ഭാഗം ആ മുന്നിൽ നമുക്ക് പൊന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുള്ളത്. നമുക്ക് എത്രയാണോ ഓരോരുത്തർക്ക് ലെങ്ത്ത് വേണ്ടത്, അപ്പോൾ യോക്ക് പാർട്ട് കഴിഞ്ഞിട്ടുള്ള ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിത് എൻ്റെ ഒരു അളവിനനുസരിച്ചാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ ഭാഗം അത്രയും ഭാഗം ആ മുകളിൽ നമ്മൾ പ്ലീറ്റ് ഉണ്ടെന്നല്ല ആ ഭാഗമാണിത്. ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ബോക്സ് പ്ലീറ്റാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഈ കണ്ടില്ലേ വീഡിയോയിൽ കാണുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബോക്സ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള പ്ലീറ്റാണ് ഞാൻ ഈ ഒരു ഫ്രോക്കിന് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർ തന്ന റെഫറൻസ് ബുക്കിൽ ഇങ്ങനത്തെ പ്ലീറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പ്ലീറ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനത്തെ പ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേപോലെ 2 പീസും ഇതേപോലെ ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുന്നു. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും പ്ലീറ്റ് ഇട്ട് കൊടുന്നു. എന്നിട്ട് ഇതിൻ്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ ഒരു സൈഡ് മാത്രം നമ്മൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, അതേപോലെ ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇതുപോലെ ഉണ്ടാകും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. ഇതല്ല മുന്നിൽ നമ്മളെ കട്ട് ചെയ്തുകൊണ്ടാണ് മുന്നിൽ പാട്ട് നമ്മളതങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. എൻ്റെ ലൈനിങ്ങും അതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് തന്നെയാണ് ലൈനിങ് കട്ട് ചെയ്തിരുന്നത്. അത്യാവശ്യം നല്ല അടിഭാഗത്ത് വീതി വരുന്നത് അത് ആ ലൈനിങ് കൂടെ ഞാൻ പ്ലീറ്റഡ് ആക്കിയിട്ടാണ് പിന്നെ ഇതേപോലെ വീതിക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ അതേപോലെ തന്നെ അത് മെയിൻ ക്ലോത്ത് നമ്മൾ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ കുറച്ച് കയറ്റി വെട്ടി, അതായത് 9 ഇഞ്ച് ഞാൻ കയറ്റി വെട്ടിയെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ അളവിൽ തന്നെ ഈ ഒരു ഭാഗം കൂടി ഞാൻ ലൈനിങ് കൂടി കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടും ആ ലൈനിങ്ങും അതേപോലെ തന്നെ ഞാൻ പ്ലീറ്റ് ഇട്ടെടുത്തു. അതേപോലെ ലൈനിങ്ങും പ്ലീറ്റ് എടുത്തു, അതേപോലെ മെയിൻ ക്ലോത്തും പ്ലീറ്റ് ഇട്ടിട്ട് ഇതേപോലെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരാം. ഇനി അതിൻ്റെ നമുക്ക് യോക്ക് പാർട്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. മെയിൻ ക്ലോത്തിൽ നല്ല വശത്ത് നമ്മൾ ലൈനിങ് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് മുന്നായിട്ട് ഞാൻ അവിടെ ഒരു സ്ട്രാപ്പ് വെക്കേണ്ടത്, അതായത് ഒരു 1/4 ഇഞ്ച് വീതിയുള്ള സ്ട്രാപ്പാണ് ഞാനിവിടെ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് പിന്നെ 5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു 6 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ സ്ട്രാപ്പിൻ്റെ നീളം 6 ഇഞ്ചിന് വേണം. അല്ലെങ്കിൽ 1/2 ഇഞ്ച് നമ്മളപ്പുറം ബാക്കിലും ഫ്രണ്ടിലും കൂടെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിൽ പോകുമല്ലോ. അത് കഴിഞ്ഞിട്ട് 5 ഇഞ്ചാണ് നമുക്ക് കറക്റ്റ് ലെങ്ത്ത് വേണ്ടത്. ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു. ആദ്യം സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തു, എന്നിട്ട് മറിച്ചിട്ടിട്ട് പതിച്ചു കൊടുത്തു. അതേപോലെ ബാക്കിലും തന്നെ സ്ട്രാപ്പ് ബാക്ക് പാർട്ടായിട്ടും യോജിപ്പിച്ചു. ആ ബാക്കിൽ ഞാനൊരു സിബും കൂടെ വെച്ചെടുത്തു.
സിബ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടില്ല, മുന്നേ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമുക്കതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ അടയാളപ്പെടുത്താം. എനിക്കിവിടെ 11 ഇഞ്ചാണ് ഞാനിവിടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ 2 ഭാഗവും മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാകും. ഒരു ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക, മറുവശത്ത് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല, അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിടുക. നമുക്ക് അതിൻ്റെ സ്കേർട്ട് പാർട്ട് യോജിപ്പിച്ചിട്ട് പിന്നെ ആ ഭാഗം ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി അതിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് ഞാനൊരു ചെറിയൊരു കുഞ്ഞ് സ്ലീവ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെ എടുക്കണം നോക്കാം. അപ്പോൾ ഞാൻ ചെസ്റ്റ് ഭാഗത്തെ മെഷർമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെക്കാട്ടിലും ഒരു 4 ഇഞ്ച്, 2 ഇഞ്ച് അപ്പുറം 2 ഇഞ്ച് ഇപ്പുറം കൂടെ കിട്ടിയിട്ട് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് ഞാൻ ആ ഭാഗത്ത് ആ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അളവെടുക്കുമ്പോൾ കുട്ടീനെ കൈ നമ്മൾ താഴ്ത്തി പിടിച്ചിട്ട് ഒന്നിച്ച് റൗണ്ട് ചെയ്തിട്ട് അളവെടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതേപോലെ ആ വീതിക്ക് ലെങ്ത്തിലും ഒരു ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് 2 പാട്ടാക്കിയാൽ നമ്മൾ ബോ ഒക്കെ ചെയ്യൂലേ, അതേപോലെ പിന്നെ 3 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു. ഇനി സെൻറ്ററിലൊരു കട്ടിട്ട് കൊടുത്തിട്ട് അതിൽ കൂടി നമ്മൾ ഈ തുണിനെ മറിച്ചിടാണ്. അതായത് ചീത്ത വശത്തു നിന്ന് നല്ല വശത്തേക്ക് തുണീനെ മറിച്ചിട്ട് അതുപോലെ കൊണ്ടുവന്നു. എൻ്റെ കോൺ വശമൊക്കെ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു കോണൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് പിന്നെ അരിവശമൊക്കെ നല്ല കോണാക്കിയിട്ട് എടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ സെൻറ്റർ എത്രയാണോ നമുക്ക് ക്ലോത്തിലത് അതിൻ്റെ സെൻറ്റർ പാർട്ടിലൊരു മാർക്ക് ചെയ്ത് അത് അടിവരെ നമ്മളിത് പോലെ മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്തു. അതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് എന്നിട്ട് വരച്ചെടുത്തിട്ട് ആ ഭാഗത്ത് നമ്മൾ സൂചി നൂലും വെച്ചിട്ട് ഇതേപോലെ തുന്നിയെടുക്കണം. ഒരു ബോ പോലെ തുന്നിയെടുക്കണം. അതുപോലെ നമ്മൾ ആ ഭാഗത്തിന് തുന്നിയെടുത്തു. ഇനി അതിൻ്റെ യോക്ക് പാർട്ടിൻ്റെ നെക്കിൻ്റെ ആ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ തന്നെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നിക്കൊടുത്തു. ഞാൻ തുന്നി കൊടുത്തേക്കാണ്. ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് സ്റ്റിച്ചിങ് ചെയ്യുക, പക്ഷേ തുന്നി കൊടുക്കാർക്ക് ഒന്നും കൂടെ നല്ലതെന്ന് തോന്നി എനിക്ക്. എന്നാലും ആ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് വീതി നീളം കൂടിയിട്ട് വരും. ഇതാകുമ്പോൾ നമുക്ക് സൂചി നൂലാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. അതുപോലെ ബാക്കിൽ തന്നെ അതിൻ്റെ സീപ്പിനോട് ചാരി ഞാൻ ആ ബാക്കിൽ 2 വശം ഇതേപോലെ വീട്ടിട്ടാണ് അവിടെയും വെച്ച് കൊടുത്തു. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും നമ്മളെ ഈ ഒരു സ്ലീവ് വെച്ച് കഴിഞ്ഞാലുള്ള സംഭവം. അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ യോക്ക് പാർട്ടിനെ സ്കേർട്ട് പാർട്ടായിട്ട് യോജിപ്പിക്കുക. ഞാനിതിൻ്റെ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ ക്രേപ്പ് ലൈനിങ് മാത്രമേ വെച്ചിട്ട് കാണിച്ചു തന്നിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ അവർ പൊങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിഫ്നെറ്റ് കൂടെ വെക്കാൻ പറ്റുന്ന അപ്പോൾ ഒരു കോട്ടൺ ലൈനിങ്ങും കൂടെ സ്റ്റിഫ്നെറ്റും കൂടെ വെച്ചിട്ട് ഞാൻ അതും കൂടെ അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ഭാഗം നമ്മൾ യോക്ക് പാർട്ടിൽ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു മുന്നേ, ഒരു ഭാഗം മാത്രമല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗം ഇതേപോലെ ഒരു വശത്ത് നിന്ന് വെച്ചിട്ട് മറുവശം വരെ നമ്മൾ ആ സ്കേർട്ട് പാർട്ടിനെ യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ ഉണ്ടാവും. ഇതേപോലെ നമ്മൾ ആ യോജിപ്പിച്ച് വരുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഉൾവശം ഇങ്ങനെ ആയിരിക്കും. അതിൻ്റെ സൈഡ് ഇതേപോലെ ഞാൻ ഇതൊക്കെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. ആദ്യം നമ്മൾ യോക്ക് വരെ ഒന്നിച്ചടിക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ അതായത് ക്രൈപ്പ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും മാറ്റിയിട്ട് കോട്ടൺ ലൈനിങ് മാത്രം ആദ്യം അടിക്കുക. അതിന് ശേഷം ക്രൈപ്പ് ലൈനിങ് രണ്ടും കൂട്ടിപ്പിടിച്ചിട്ടടിക്കുക. അതിന് ശേഷം മെയിൻ ക്ലോത്തും കൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇനി അതിൻ്റെ അടിവശത്തും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാണ്ട് ഇതുപോലെ ഉണ്ടാവും. നമുക്ക് മറിച്ചിട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ അടിവശത്തിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ കേട്ടോ. എന്നാൽ നമ്മൾക്ക് ആ ഉടുപ്പ് ഇങ്ങനെ അംബ്രല്ല കട്ടിങ് ആയതുകൊണ്ട് നല്ലൊരു ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിവശം ഞാൻ മെഷീൻ ഉപയോഗിച്ചിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതേപോലെ എന്താണെങ്കിലും നല്ലതാണെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ എനിക്ക് നെഗറ്റീവൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആക്കാമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ കേട്ടോ. ഇതാണ് എൻ്റെ ബാക്കിൽ ഞാനൊരു ബോം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.